നമസ്കാരം. ഇന്ന് നമ്മുടെ IPO സീസൺ വീണ്ടും പുതിയ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള IPOs വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന റീസെൻ്റ്ലി വന്ന 3 IPO എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓർക്ല എന്നുള്ളൊരു കമ്പനിയുടെയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ സ്പൈസസ് അത് കയറ്റി അയക്കുന്നത് നമ്മുടെ നാട്ടിലെ സെയിൽസും ഒക്കെ ആയിട്ട് വളരെ എസെൻഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് സ്പൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഓർക്ല എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്റ്റഡ്സ്, നമ്മുടെ ഹെൽമെറ്റ്, വേഗ സ്റ്റഡ്സ് പോലുള്ള ഹെൽമെറ്റ്സ്, ഇന്ത്യൻ മെയ്ഡ് ഹെൽമെറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഏറ്റവും നല്ല ഓൾമോസ്റ്റ് 24% ഓഫ് മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് സ്റ്റഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ലെൻസ് കാർട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഞാനിപ്പോൾ വച്ചിരിക്കുന്ന ഉൾപ്പെടെ ലെൻസ് കാർട്ട് തന്നെയാണ്. അപ്പോൾ വളരെ പൊട്ടൻഷ്യലുള്ള ഗ്രോത്തിൽ പോകുന്ന ഒരു കമ്പനിയാണ് ലെൻസ് കാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. ബിക്കോസ് ഈ ഒരു വീഡിയോ ഒരു 3 മിനിറ്റിൽ കാണുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റണം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്കോർസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സ്കോർസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർസ് കിട്ടിയ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റഡ്സ് ആണ്. അപ്പോൾ സ്റ്റഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ട്രെൻഡിലേക്ക് വരുന്നതാണ്. കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷമുള്ള കാലഘട്ടം ഫുള്ള് നമ്മളൊരു റൈഡർ എന്നുള്ളൊരു സിറ്റുവേഷൻ, ബൈക്ക് ടൂറിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, അത് വന്നു കഴിഞ്ഞതാണ്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രമുഖമായിട്ടുള്ള ഒരെണ്ണം, അതുപോലെ തന്നെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാമെന്നുള്ള നല്ല ഹെൽമെറ്റ്സിൽ ഒരെണ്ണമാണ് സ്റ്റഡ്സ് എന്ന് പറയുന്നത്. സോ അതിന് ഡിമാൻഡുണ്ട്, ഗ്രോത്ത് ഉള്ള ഒരു സെക്ടർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റഡ്സ് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് വളരെ ഷാർപ്പായിട്ട് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തു. രണ്ടാമത്തത് ഓർക്ലയാണ്. അതും സ്പൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ അത് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മൂന്നാമത്തത് ലെൻസ് കാർട്ട്, അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാൽ അവിടെ ഒരു ക്യാച്ച് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ വാല്യൂഷനിൽ, ഈ 3 ഏറ്റവും ഹയർ വാല്യൂഷനിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ലെൻസ് കാർട്ടിൻ്റെ സ്റ്റോക്ക് തന്നെയാണ്. സോ അവിടെയുള്ള ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ലെൻസ് കാർട്ടിന് ഓവർ വാല്യൂഷൻ എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റേഴ്സ് ട്രാപ്പായി പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും ഒരു സിറ്റുവേഷൻ, ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സ്റ്റഡ്സിലാണെങ്കിലും ഓർക്കിലാണെങ്കിലോ അത്രയും വലിയൊരു ഇഷ്യൂസ് ഒന്നും അവിടെ കാണുന്നില്ല. എന്നാൽ GMP വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീമിയം എങ്ങനെയുണ്ട്, ഇതിന് ഡിമാൻഡ് എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ലെൻസ് കാർട്ടിൻ്റെ IPOയ്ക്കാണ്, പിന്നീട് സ്റ്റഡ്സ്, ഓർക്ല എന്നിവയ്ക്കാണ്. അപ്പോൾ സ്റ്റഡ്സിൻ്റെ ഏറ്റവും പ്രയോറിറ്റിയിൽ ഇരിക്കുന്നത് തന്നെ ആദ്യം പറയാം. സ്റ്റഡ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ സ്റ്റഡ്സിൻ്റെ GMP എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറൗണ്ട് 8 to 10% ആയിരുന്നു. ഓക്കെ. രണ്ടാമത് ഓർക്ലയുടെ GMP എന്ന് പറയുന്നത് 6 to 8 ആണ്. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. എന്നാൽ ബാക്കി സ്റ്റഡ്സിൻ്റെ ആണെങ്കിലും ലെൻസ് കാർട്ടിൻ്റെ ആണെങ്കിലും 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ് കാർട്ടിൻ്റെത് GMP വാസ് അറൗണ്ട് 10 to ഓൾമോസ്റ്റ് 25-30 വരെ പോയിരുന്നതാണ്. ഇപ്പോൾ അതൊരു 10-12 മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും മീഡിയമായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ഓവർ വാല്യുവേഷൻ എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട്. സോ അതിൻ്റെ GMP കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടേതായൊരു അനാലിസിസിലേക്ക് വരിക, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് സേഫ്, ട്രേഡ് സേഫ്, ടേക്ക് കെയർ.